ഒരു നാടിന്റെ സംഗീതം ജീവിതത്തിന്റെ സംഗീതമായി ഹൃദയത്തിൽ ആവാഹിക്കുകയായിരുന്നു രാജകുമാരനുണ്ണി. ഈ കലാകാരന്റെ വളർച്ചയിൽ പിൻബലമായി പ്ലാപ്പറ്റ എന്ന ജന്മനാട് നൽകിയ സംഗീതം കൂടി ഉണ്ടായിരുന്നു. സ്നേഹവാത്സല്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഈ പ്ലാപ്പറ്റയിലത്തെ നന്ദുർണിയും അച്ഛൻ്റെ പുല്ലാങ്കുഴലും ആദ്യത്തെ എന്തൊക്കെയോ മനസ്സിലുണ്ടാക്കി സംഗീതത്തിനെ കുറിച്ച്. പിന്നെ മണ്ണൂർ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറിയമ്മയുടെ മരണത്തിന് ശേഷം മണ്ണൂർ എൻ്റെ ഒരു അമ്മാവുണ്ടായിരുന്നു. അദ്ദേഹം 37 വയസ്സിലിട്ട് മരിച്ചു. അദ്ദേഹം പഠിച്ചിട്ടില്ല, പക്ഷേ ഏത് പാട്ട് കേട്ടാലും അതുപോലെ പാടും. അദ്ദേഹം ആദ്യം പാടിത്തന്ന പാട്ടാണ് ഇന്നും മനസ്സിലുള്ളത്. ആജാ 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 മേരി മത് മാത് മോഹബത്ത് കെ സഖാരേ ഏ കോണിച്ചോ ബിഗിടി പൂലർ മഞ്ഞിൻ മറ നീക്കി. ജീവിതം ഏറിയ പങ്കും സംഗീതത്തിനൊപ്പം ചേർത്ത് വച്ച് നടന്ന രാജകുമാരനുണ്ണിക്ക് ഉപജീവനമായത് അധ്യാപക വൃത്തിയായിരുന്നു. സ്കൂൾ മാസ്റ്ററുടെ ജീവിത വേഷത്തിലും കലാകാരന് തിളക്കം ഏറെ നേടാനുമായി. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും തന്നിലുള്ള സംഗീതത്തെ അണുവിട കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ഇദ്ദേഹം. BSc പാസ്സായിട്ട് താൽക്കാലികമായിട്ടൊരു ഒരു ജോലി സ്കൂളിൽ കിട്ടി എനിക്ക്. അപ്പോൾ എനിക്ക് സ്കൂളിൽ ജോലി ഇല്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോലി കിട്ടി. അതോടുകൂടി തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ സെലക്ഷൻ കിട്ടിയിട്ട് B.Edന് ഒറ്റപ്പാലത്തിന് കിട്ടി. ഒറ്റപ്പാലത്ത് കിട്ടി. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അന്ന് അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കും PScക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതില്ല. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഭാഗ്യവശാൽ അന്ന് കുറച്ച് ആൾക്കാരെ ആവശ്യമായിട്ട് തോന്നുന്നു. അപ്പോയിൻമെൻറ്റ് കിട്ടി. B.Ed റിസൾട്ട് അറിയണതിന് മുമ്പേ. ആദ്യം വർക്ക് ചെയ്ത സ്കൂൾ കേരളശ്ശേരി പറയും ഒരു വർഷം. പിന്നെ കടമ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ അമ്പലപ്പാറയുടെ അടുത്ത്, അവിടെ ഒരു വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെയാണ് പത്തിരിപ്പാല കിട്ടി. ഇതിൻ്റെ ഇടയിൽ ആകാശവാണിയിലെ വീണ ആർട്ടിസ്റ്റായിട്ട് ഈ ടെമ്പററി, അന്നൊക്കെ ടെമ്പററി കുറച്ചല്ലേ ഉള്ളൂ, 75 രൂപ 100 രൂപയുടെ ശമ്പളമുള്ളൂ കിട്ടി. കാരണം ഞാൻ വീണയിലും ആർട്ടിസ്റ്റായിരുന്നേ. 1960 മുതൽ ഞാൻ ആകാശവാണി പാടുന്നുണ്ട്. 60 ഇപ്പോൾ 52ാമത്തെ വർഷമാണ് ആകാശവാണിയിൽ പാടാൻ ആയിട്ടുള്ളത്. അപ്പോൾ വീണ ആർട്ടിസ്റ്റായിട്ട് ഓഫർ കിട്ടിയപ്പോൾ പല ആൾക്കാരും പറഞ്ഞു, ഇവിടെ PSc കിട്ടി എനിക്ക് 2 കൊല്ലമായിരുന്നു, 2-3 കൊല്ലമായിരുന്നു. ഇത് ക്രമേണ ഗസറ്റഡ് പോസ്റ്റൊക്കെ ആവാം, മറ്റേത് ഷുവർ ഫീൽഡല്ല, എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഇപ്പോൾ ഷുവറാട്ടോ അവരുടെ, അന്ന് അത്ര ആയിട്ടില്ല. അപ്പോൾ ഇതന്നെ നല്ലത് പറഞ്ഞ് ഇതിൽ തുറന്നുകൊണ്ട് പോയി. പിന്നെ അധ്യാപന അപ്ലൈക്ക് എനിക്ക് ഇഷ്ടമായി തുടങ്ങി. കുട്ടികളെ കാണലും കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കലും വളരെ മനസ്സിന് പറ്റിയൊരു ഒരു വിഷയമായി മാറി അധ്യാപനം. ഇവിടെ മണ്ണൂർ രാജകുമാരനുണ്ണി അത്രമേൽ പ്രശസ്തി നേടാനാവാതെ പോയ ഒരു സംഗീതജ്ഞനാണ്. ഈ മനുഷ്യന്റെ സംഗീതവും ഈ കലാകാരന്റെ പ്രതിഭയും തിരിച്ചറിഞ്ഞവർ പലരുമുണ്ടിവിടെ. മലയാളത്തിന്റെ അഭിമാന നക്ഷത്രങ്ങളായ സംഗീത ലോകത്തെ വിസ്മയങ്ങളായ പലരും ഇദ്ദേഹത്തെ അടുത്തറിഞ്ഞിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കോട്ടായിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഗ്രാമം ഇവിടെ കോട്ടായിലാണല്ലോ, അടുത്താണല്ലോ. അവിടെ വന്നപ്പോൾ അന്ന് റേഡിയോ മാത്രമാണ്. റേഡിയോയിൽ ഉണ്ണിയുടെ ഒരു കച്ചേരി കേട്ടു. അങ്ങനെ ബൈ ചാൻസ് അങ്ങനെ കേട്ടതാണ്. കേട്ടപ്പോൾ ധാരാ പാടണേ, നന്നായി പാടണ്ടല്ലോ, ഇയാളെ എനിക്കൊന്ന് കാണണമെന്ന് മണിയരോട് പറഞ്ഞു പറയാം, ഈ CR മണിയരോട്. അപ്പോൾ മണിയർ പറഞ്ഞു, എന്നാൽ നമുക്ക് ഗുരുവായൂർ ഏകാശിക്കാലത്ത് ഞാനും കൊണ്ടുപോകാം, ഞാനും വായിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് പോയി നമസ്കരിക്കാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി. ഭാഗവതർ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ മീറ്റിങ്. പിന്നെ അദ്ദേഹത്തിനെ ചെമ്പയിൽ വെച്ച് കാണുമ്പോൾ, ഗുരുവായൂർ വെച്ച് കാണുമ്പോൾ, ഇടയ്ക്കെപ്പോഴെങ്കിലും മെഡ്രാസിൽ വെച്ച് പോകുമ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു തരും, പാട്ടിൻ്റെ എന്തെങ്കിലും പറഞ്ഞു തരും, സംശയം ചോദിച്ചാൽ പറഞ്ഞു തരും. അങ്ങനെയായിട്ട് പാലക്കാട്ട് ഒരിക്കലും അദ്ദേഹം വന്നപ്പോൾ ചെമ്പയും ദാസേട്ടനും കൂടി പാടുകയാണ്. അപ്പോൾ ഞാൻ ഭാഗവതരെ കണ്ട് വന്നിക്കാൻ വേണ്ടി 1974 പോയപ്പോൾ ഭാഗവതർ പറഞ്ഞു, ദാസേട്ടൻ ഇരിക്കുന്നുണ്ട്, ഇന്ന് താനും ഞങ്ങളുടെ ഒപ്പം പാടണം, ദാസേ ഉണ്ണിയും ഞാൻ നമ്മുടെ ഒപ്പം പാടുന്നു പറഞ്ഞു. അതിനെന്താ സന്തോഷമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാഗവതരെ പാടനെ കൊണ്ട് കുഴപ്പമില്ല, ഇവിടെ നിങ്ങളുടെ രണ്ടാളുടെ കച്ചേരിയെ വെച്ചാണ്, ഇതിൻ്റെ ഇടയിൽ ഞാൻ കയറി പാടിയ പാലക്കാട് അത്യാവശ്യം ചിലരൊക്കെ എന്നെ അറിയും, നമ്മളൊരു തിരക്കി കയറുക എന്ന് തോന്നാൻ പാടില്ലല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അല്ല ഭാഗവതർ പറഞ്ഞാൽ നമ്മൾ പാടേണ്ടത്. എന്നിട്ട് ഭാഗവതരുടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ 3 ആളും കൂടി കച്ചേരി ചെയ്തു. കച്ചേരി ചെയ്യുമ്പോൾ ഒരു രസമുണ്ടായി. ഈ ഭാഗവതർക്ക് കത്തിരി സ്വരം എന്ന് പറഞ്ഞിട്ട് സാധാരണ ഉണ്ട്. ഭാഗവതരുടെ മാത്രം പ്രത്യേകത സരി സനി രി സനി ധ സനി ധ പ മ പാതിരി ധാരി സനി സരി ധ പാതിരി ധാരി സനി സരി ധാരി സനി സരി ധാരി സനി സരി ധാരി സരി ഗിരി ധാരി സനി സരി ധാരി സ നീ സരി ധാരി സരി ഗിരി ധാരി സനി സരി ധാരി സനി ധ പ മ ഗ മ പ ധ നി ഇങ്ങനെ പാടണ്ടേ, കത്തിരി സ്വരം എന്നാ പറയുക. ഇത് പാടിയപ്പോൾ ഭാഗവതർ പാടി, പിന്നെ ഞങ്ങളല്ലേ പാടണ്ടേ. അപ്പോൾ ഞാനാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്, ദാസേട്ടൻ്റെ പുറത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാടാൻ തുടങ്ങിയപ്പോൾ ദാസേട്ടനെ എന്നെ പിടിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ
ഭാഗവതർ മൈക്കിൽ പറയുക, ഇപ്പോഴേ എനിക്ക് വയസ്സ് 71, എൻ്റെ വായിലാകെ 4 വല്ലോറ്റേ ഉള്ളൂ, ഇവരുടെ വായിൽ 32 വയലധികം ഉണ്ട്, ആര് പാടണതാണ് ശരിയാവണത്? തമാശക്കാട്ടോ, അതൊന്നുമല്ല. അവിടുന്ന് എല്ലാവരും അപ്ലോഡ് ചെയ്ത് ഭയങ്കരതായി. അന്ന് പറഞ്ഞു ഭാഗവതരോട് ഞാൻ, ഭാഗവതരെ എനിക്ക് മദിരാശിയിലൊരു കച്ചേരി കിട്ടിയിട്ടുണ്ട്, ഭാഗവതരുടെ അനുഗ്രഹം വേണം, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഗുരുവായൂരപ്പനെ മുറുക്ക പിടിക്കൂ, ഗുരുവായൂരപ്പനെയും വിടണ്ട. അപ്പോൾ ചെമ്പൈയില അന്ന് ചെമ്പൈ ഉത്സവമായിട്ടില്ലോ, ഗുരുവായൂർ ഏകാദശി കാലത്ത് ഞാനവിടെ കുറച്ച് കാലമായിട്ട് സംഗീതോത്സവം നടത്തുന്നുണ്ട്. അവിടെ എല്ലാ കൊല്ലവും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടണം, ലോകത്തിൻ്റെ ഏത് കോർണറിലായാലും അവിടെ വന്ന് പാടണം, ഗുരുവായൂരപ്പനെ മുറുക്ക പിടിക്കുക. പിന്നെ എൻ്റെ ക്ഷേത്രമുണ്ട് ചെമ്പൈയിലെ പാർത്ഥസാരഥി ക്ഷേത്രം, അവിടെയും പാടണം. പാർത്ഥസാരഥിയും ഗുരുവായൂരപ്പനൊക്കെ ഒരാൾ തന്നെയാണ്, എങ്കിലും പറയുക. രണ്ടാമത്തെ കാര്യം, സംഗീതം നമുക്ക് വളരെ കുറച്ച് കിട്ടിയത്. ആരാ പറഞ്ഞറിയോ? സംഗീത സാർവഭൗമൻ. കുറച്ച് കിട്ടിയത്. വെറുതെ കച്ചേരി ചെയ്ത് പൈസ മേടിക്കാൻ മാത്രമല്ല, അത് വേണ്ടാന്നല്ല പറഞ്ഞത്. നമ്മൾ തീരെ പൈസ മേടിക്കില്ലെങ്കിൽ നമ്മളെ മുതലാക്കാൻ ആൾക്കാരുണ്ടാവും, അത് വേണ്ടാന്നല്ല പറഞ്ഞു, വേണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരാളൊരു പാട്ട് പാടും ഉണ്ണി എന്ന് പറഞ്ഞാൽ നമ്മൾ പാതയാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും അതാരാ പാടണം, ഒരു കുട്ടി പറഞ്ഞാലും നമ്മൾ പാടിക്കൊടുക്കണം. സംഗീതം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് പല സമയത്തും ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെയല്ലേ നമുക്ക് ഗുരുത്വത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടാറുള്ളൂ.